ഈ നമ്മുടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ വളരെ കഷ്ടപ്പെട്ട് സീനിയർ IAS IFS എടുത്ത അഴിമതിക്കാരായ ഓഫീസേഴ്സിൻ്റെ അഴിമതി കണ്ടിട്ട് ഞാൻ ശബരിമലയിൽ ചെന്നപ്പോൾ ഈ ശബരിമല ജീവനക്കാരുടെ ഇത് അഴിമതി കണ്ട് ഞാൻ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയെന്ന് പറയണതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇവരാടിനെ പട്ടിയായി കളയും. അതായത് ഡോബർമാനാണ് ഇത് കടിച്ചത്. ഓക്കെ, നമുക്കെല്ലാം അറിയാം. പക്ഷെ ജഡ്ജിയുടെ മുമ്പ് ഇത് പശു കുത്തിയതാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റും സകല എവിഡൻസും പിന്നെ ജഡ്ജി പിന്നെ എന്താ ജഡ്ജിക്ക് അറിയാതെ ഡോബർമാൻ കടിച്ചാണെന്ന്. പക്ഷെ ജഡ്ജി നിസ്സഹായനാണ്. അതേപോലെ ഇവന്മാർ ഈ എല്ലാം കൂടെ ചേർന്ന് ഇവന്മാരെല്ലാം ഇതിനകത്ത് വരും. ഇവന്മാരെല്ലാം ഞാൻ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം വരും. ദേവസ്വം കമ്മീഷണർ അയാൾ അറിയാതെ എങ്ങനെയാണ് ഈ ഹൈക്കോടതിയിൽ ഈ ASP കുറിപ്പ് ഇതെല്ലാം എഴുതി കൊടുക്കണം. ഈ ASP കുറിപ്പ് ഈ വാജിവാൻ അഴിച്ചു മാറ്റിയാൽ ഒന്നാം പ്രതി ASP കുറിപ്പാണ്. ASP കുറിപ്പ് ആരുമല്ല, ഈ ചുമ്മാ ഇല്ലാത്ത പരിവേഷം നമ്മൾ കൊടുക്കരുത്. അയാൾ ഹൈക്കോടതി ജഡ്ജിയാണോ അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറാണോ? ഒന്നുമല്ലല്ലോ. അയാളൊരു ഒരു ഒരു അവിടെ എംപ്ലോയ് ചെയ്ത ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പം അയാൾ ഇങ്ങോട്ട് വന്നിട്ട് അത് കൊണ്ടുപോയിക്കോട്ടെ, മറ്റേ അവിടെ കാണിക്കാൻ ഒരു രത്നമുണ്ട്, അതും അദ്ദേഹം എടുത്തോട്ടെ, അത് ഭാഗ്യം. അതൊന്നും തന്ത്രി എനിക്ക് വേണമെന്ന് പറയാത്ത ഭാഗ്യം. ഈ തന്ത്രി മറ്റേ ആ യോഗത്തിൽ രാജഗോപാലൻ സാറിൻ്റെ യോഗത്തിൽ ഞാൻ അവിടെ എനിക്ക് അവിടെ നിന്നുള്ള സോഴ്സ് വഴി കിട്ടിയ 2012 അതെ, സോഴ്സ് വഴി കിട്ടിയ ഇൻഫർമേഷനാണ്. ഈ തന്ത്രി അവിടെ ആ യോഗത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇവിടുത്തെ ഈ സാധനങ്ങളൊക്കെ വേണമെന്ന്. അതെല്ലാം കണ്ടിട്ടാണ് രാജഗോപാലൻ സാറ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒരു ഓർഡർ ഇറക്കിയത്. വേറെ എത്രയോ അമ്പലങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കി, വേറെ എത്രയോ അമ്പലങ്ങളിൽ ഇത് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. അത് സ്ട്രോങ് റൂമിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള ഉഡായിപ്പ് കമലേഷ് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ ചാനൽ ചർച്ച പറഞ്ഞു, ഈ വാജി വാഹനം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതാരോ നോട്ടം ഇട്ട് ഏതോ നമ്മളെ കേരളത്തിലുള്ള വെളിയിലുള്ള, ഞാൻ ഇറ്റലിയിൽ നിന്നോ ജപ്പാനെന്നൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിന് വെളിയിലുള്ള ഏതോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തന്മാരുണ്ട്. ഈ ഭക്തി മൂത്ത് പ്രാന്ത എന്തും ചെയ്യും അവർ. നമ്മൾ എത്ര രൂപ ഇടും? 500 രൂപ കൂടുതൽ ഇടുമോ? ഞാൻ 500 രൂപ കൂടുതൽ ശബരിമലയിൽ ഇട്ടിട്ടില്ല, എൻ്റെ ഇല്ല. അതേസമയം 5 കോടി ഇട്ടിട്ട് അയ്യപ്പ പോടുമാ എന്ന് ചോദിക്കുന്ന നമ്മുടെ സ്റ്റേറ്റിന് വെളിയിലുള്ളവരുണ്ട്. അവർക്ക് ഈ വാജീവാൻ എന്താണെന്ന് അറിയാം. നിങ്ങൾക്കും എനിക്ക് അറിഞ്ഞൂടാ വാജീവാൻ, ഈ കേസ് വരുന്നവരെ. പക്ഷേ അവർക്കറിയാം. അവർ ഇപ്പം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ട് പൂജിച്ച് തൊഴുതില്ലേ, അത് ഫിക്റ്റീഷ്യസ് സാധനമായിരുന്നെങ്കിൽ പോലും പക്ഷേ ജയറാമൻ അറിഞ്ഞൂടല്ലോ. അതേപോലെ ഈ വാജീവാനെ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഭയങ്കര പൈസക്കാരുണ്ട്. അപ്പം അവരുമായിട്ട് ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ഈ കൊടിമരം ഇളക്കണത്. അപ്പം ദ കോൺസ്പിറസി സ്റ്റാർട്ട്സ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ SITക്കൊന്നും പറ്റില്ല. ഇത് വേറെ ആരെങ്കിലുമൊക്കെ വന്നാലേ പറ്റുള്ളൂ.